ഒരു ചരുവത്തിൽ നല്ല ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു തവളേനെ പിടിച്ചിരുന്നത്. ചില ആൾക്കാർ പറയും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്നിട്ട് ഡിവോഴ്സ് ഒന്നാവാണ്ട് ഇങ്ങനെ സഹിച്ച് നിൽക്കുന്നതാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഒരു ചരുവത്തിൽ നല്ല ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു തവളേനെ പിടിച്ചിരുന്നത്. അപ്പോൾ ആ തവള എന്താ ചെയ്യുക, പെട്ടെന്ന് അതിന് ജമ്പ് ചെയ്ത് പോകും, ചൂട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. ഇനി വേറൊരു ചരുവം എടുത്തിട്ട് അടുപ്പത്ത് വെക്കുക, തണുത്ത വെള്ളം നിറക്കുക, അതിലൊരു തവളേനെ ഇടുക. ശേഷം നമ്മൾ അടിയിൽ നിന്ന് ചൂടാക്കാൻ തുടങ്ങാം. ചൂടായി വരുമ്പോൾ ആ തവള അതിന്ന് ജമ്പ് ആവില്ല. ആ ചൂട് സഹിച്ച് എക്സ്ട്രീം ചൂടാകുമ്പോൾ ഒന്നുകിൽ അത് അതിനകത്ത് കിടന്ന് ചത്തുപോകും. ഇതുപോലെയാണ് ടോക്സിക് റിലേഷനിൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. ആദ്യം തന്നെ ഒരു റിലേഷൻഷിപ്പ് വരുമ്പോൾ അവർ ടോക്സിക് ഒന്നും ആയിരിക്കില്ല. അവർ നല്ല രീതിയിൽ പെരുമാറും. അതായത് തണുത്ത വെള്ളം പോലെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പിന്നെ കുറച്ചായിട്ട് ടോക്സിസിറ്റി, ചെറിയ കൺട്രോളിങ്, ചെറിയ ചീത്ത വാക്കുകൾ ഇങ്ങനെ തുടങ്ങും. പിന്നെ ഇറസ്പോൺസിബിളായിട്ട് പെരുമാറാം. പിന്നെ അത് ഇൻക്രീസ് ചെയ്തിട്ട് എക്സ്ട്രീം ആവുകയാണ് ചെയ്യുക. ആ സമയത്തേക്ക് ഈ ഓപ്പോസിറ്റുള്ള വ്യക്തി എന്ത് ചെയ്യും, ഇവരുടെ ചെറിയ കാര്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്ത് വലിയതിലേക്ക് എത്തുമ്പോൾ അതും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തും. അപ്പോൾ ഏറ്റവും കൂടുതലുള്ള ടോക്സിസിറ്റി ലെവലിൽ എത്തുമ്പോഴത്തേക്കും ഈ തവളക്ക് ഒന്നിക്കിൽ ഇത് സഹിച്ച് നിൽക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവർ ആ ഒരു ടോക്സിസിറ്റിയിൽ കിടന്ന് ജീവിതം മുഴുവൻ തീർത്ത് അവിടെ തന്നെ മരിച്ചു പോകും.